ഹലോ ഗേസ്, അസ്സാം വലൈക്കും, നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോണത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഉണ്ടി കടലേ. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് ഉള്ള സംഭവമാണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്, കണ്ടിട്ടുള്ളതാണ് ഞാൻ. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് കണ്ടതാണ്, എങ്കിലും ഓർമ്മ വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് കടലയാണ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തത്. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കിയ അളവ് വെച്ച് എനിക്ക് കൂടുതൽ കടല ഇവിടെ തിന്നു പോവില്ല, കുട്ടികൾ കുറച്ച് പറ്റുള്ളൂ. അപ്പം ഞാൻ അരക്കപ്പ് ഇട്ടിട്ടുള്ളൂ. ഞാൻ ഉണ്ടാക്കണ മെഷർമെൻറ്റിന് കണക്കാക്കിയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് കടല ഇടണം. 1 കപ്പ് പൊടിക്ക് 1 കപ്പ് കടല ഇടേണ്ടത്. അപ്പം ഞാൻ ഈ കഴുകി വൃത്തിയാക്കി വെച്ച കടല ഒരു കുക്കർക്ക് ഇട്ട് അതിൽ കൂടുതൽ ഉപ്പിട്ട് കൊടുക്കരുത്, കുറച്ച് ഉപ്പ്. നമ്മളെല്ലാ ചേരുവയിലും ഉപ്പ് ചേർത്ത് കൊടുക്കും. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഓരോരോ കുക്കറിനനുസരിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഒരു 4-5 വിസിൽ വരാൻ കടല പൊടിയരുത് ഒരിക്കലും. അങ്ങനെ അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തത് അരക്കപ്പ് അരിപ്പൊടിയാണ്, അതേപോലെ അരക്കപ്പ് ഗോതമ്പ് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതും കൂടുതൽ ഇട്ട് കൊടുക്കരുത്, കുറച്ച്. ഇല്ല, ഉപ്പ് ഉണ്ട് ഇല്ല എന്നുള്ളൊരു തോതിൽ ആയിരിക്കണം. നമ്മൾ ലാസ്റ്റ് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാത്തിലും ഒരുപോലെ കണക്കിന് ഉപ്പിട്ട് പോയാൽ ലാസ്റ്റ് വരുമ്പോൾ ഉപ്പ് കൂടും, അത് ഉദ്ദേശിച്ചാണ്. അപ്പോൾ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ്. അത് എനിക്ക് ഒരു 1.25 കപ്പോളം വെള്ളം ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓരോരോ പൊടിക്കനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ കണക്ക്. അപ്പം നോക്കിയിട്ട് നമ്മൾ സാധാ പത്തിരിക്കൊക്കെ കുഴച്ച് എങ്ങനെ എടുക്കണം അതുപോലെ കുഴച്ചിട്ടെടുക്കുക. പക്ഷെ നല്ലതുപോലെ കുഴച്ചെടുക്കന്നെ വേണം. ഒരു വേഗം ഒന്ന് കുഴച്ച് ആക്കി അങ്ങനെ ആയാൽ നമ്മളിത് ചെറിയ ഇതാക്കിയിട്ട് എടുക്കുമ്പോൾ ശരിക്കും കുഴ ചെല്ലാഞ്ഞാൽ അത് ചിലപ്പോൾ വിണ്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ശരിക്ക് കുഴച്ചെടുക്കണമെന്ന്. അപ്പോൾ ചൂടോടെ കൂടി തന്നെ കുഴച്ചെടുക്കുന്നത്. വാട്ടി എടുക്കലല്ല കേട്ടോ, വാട്ടിയതല്ല. ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളതും, ഇങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് സക്സസ് ആയത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചുടുവെള്ളം ഒഴിച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി എന്നുള്ളത്. പിന്നെ അതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ലാസ്റ്റ് കുറച്ച് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒന്നും കൂടി കുഴച്ചെടുത്ത് പിന്നെ ഞാൻ ഈ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ അളവ് എന്ന് വെച്ചാൽ ആ കടല എത്ര വലുപ്പമുണ്ട്, ആ കടല ഉണ്ടി എന്നല്ല പറഞ്ഞത്. അപ്പം ആ കടലക്കനുസരിച്ചുള്ള വലുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മളെങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും കുറച്ചൊരു വ്യത്യാസമൊക്കെ വരും, എങ്കിലും പരമാവധി അതേ വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക, ചെറിയതാക്കിയിട്ട്. പക്ഷെ അത്യാവശ്യം റിസ്ക്കുള്ള പണിയാണ് ഈ സംഭവം ഇങ്ങനെ ഉരുട്ടിയെടുക്കുക എന്ന് പറഞ്ഞത്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെന്ന് പറഞ്ഞാൽ പിന്നെ കോളേജും സ്കൂളും മദ്രസൊക്കെ ഉള്ള സമയത്തൊന്നും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, കുറച്ച് റിസ്ക്കുള്ള പണിയായതുകൊണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ ഉരുട്ടി എടുത്തു കഴിഞ്ഞ് പിന്നെ ഇതിലേക്ക് 1/2 മുറി തേങ്ങയാണ് ആ ചിരകി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു അരപ്പിന് വേണ്ടിയിട്ട് എടുത്തതാണത്. പിന്നെ അതൊക്കെ അപ്പോൾ ഈ കുക്കറിൽ ഞാൻ വെച്ച കടല ശരിക്കും വെന്ത് കഴിഞ്ഞ് ഒരു 5 വിസിലടുപ്പിച്ച്. അപ്പോൾ ആ കടല ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത്, പിന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഈ ഉണ്ടകൾ വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അതിലേക്ക് 1 സ്പൂണ് നമ്മൾ ഓരോരുത്തരും എരിവിനനുസരിച്ച് എങ്ങനെ എത്ര വേണ്ട വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഞാൻ 1 സ്പൂണോ കുറച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ച് അതിൻ്റെ ചുവക്കെ മാറിയതിന് ശേഷം പിന്നെ ഞാൻ
ഈ ബോൾസുകളായി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഒട്ടി പിടിക്കുകയോ പൊട്ടിപ്പോകുമോ എന്നുള്ള പേടിയൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു പേടിയും പേടിക്കണ്ട, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇതിലുണ്ടാവില്ല. ഇങ്ങനെ ഒന്ന് ലെവലാക്കി വെച്ച് കൊടുത്തുകൊണ്ട് ഇത് നേരെ അടച്ചു കൊടുക്കുക. അടച്ചു വെച്ച് തള മൊത്തത്തിൽ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞത് കണ്ടില്ലേ? അപ്പം അതുപോലെ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇത് അങ്കമാലിക്കാരുടെ ഒരു സ്പെഷ്യലാണ്, അവർ പരിപാടികളിലൊക്കെ ഉണ്ടാക്കിയെടുക്കണേ. പിന്നെ ഞാൻ ഇതിലേക്ക് അരക്കണ ഒരു മുറി തേങ്ങയാണ് അരച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് ചുവന്നുള്ളി, അത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ കുറച്ച് ചുവന്നുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി അതിൻ്റെ കൂടെ ചതച്ചിട്ട്. അപ്പോൾ ഇത് തിളച്ച് എല്ലാം മസാല എല്ലാം കയറി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഈ അരപ്പ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത് ഒരു ഉണ്ടൻ്റെ കൂട്ടത്തിൽ ഒരു കടല എന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, 1 കപ്പ് കടല, 1 കപ്പ് പൊടിക്ക് 1 കപ്പ് കടല എടുക്കണം. അപ്പോൾ കൂടുതൽ കടല ഇഷ്ടമുള്ള കുട്ടികളും കടല തിന്നുന്ന വീട്ടുകാർക്ക് അങ്ങനത്തെ ഒക്കെ ആളുകളാണെന്നുണ്ടെങ്കിൽ കടല 1 കപ്പ് തന്നെ എടുക്കട്ടാ. അപ്പം ഇനി അരക്കപ്പാണെങ്കിലും ഇനി കുറച്ചുള്ളെങ്കിൽ നമ്മുടെ കയ്യിലുള്ളെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് നോക്കിയ ശേഷം കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് പിന്നെ കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ താളിപ്പിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ ഒന്നും കൂടി ആയി വരില്ലേ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചപ്പ് വെതറി കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ ചിക്കനിലും ഒക്കെ ഇതിലൊന്നും ഇട്ട് കൊടുക്കണ മാതിരി ഇട്ടുകൊടുത്ത് ഇളക്കാതെ വെച്ചാൽ ശരിക്കല്ല അതിൻ്റെ ആ ടേസ്റ്റ് പിടിച്ച് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇളക്കി കൊടുത്തത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ താളിപ്പിന് വെക്കുക. അപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാൻ മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുത്ത് പിന്നെ ഒരു 2-3 സ്പൂണ് ഉഴുന്നാണ്. അത് കുറച്ചും കൂടി കൂടുതൽ ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഒരു കടല ഇത് ഓരോരോ കടി കടിക്കുമ്പോഴും ഇതിൻ്റെ കൂടെ ഓരോ ഉഴുന്ന് കടിക്കാൻ തോതിൽ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓരോരോ കടിക്കും ഓരോരോ ഉഴുന്ന് പരിപ്പും കൂടി കടിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ്. പിന്നെ 2-3 വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്ത്, കറിവേപ്പില വറ്റൽമുളകും ഇട്ടത് വീഡിയോയിൽ കുടുങ്ങിയിട്ടില്ല. അപ്പോൾ അത് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ വീഡിയോ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അസ്സലാമു അലൈക്കും.